സിദ്ധരാമയ്യയുടെ രാജിക്ക് ശേഷവും കർണാടകയിൽ നാടകീയ നീക്കങ്ങൾ തുടരുകയാണ്. മുഖ്യമന്ത്രിയായ ഡി.കെ. ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ ഉപമുഖ്യമന്ത്രി മന്ത്രിസ്ഥാനങ്ങളിലേക്ക് കോൺഗ്രസിൽ ചരടുവലികൾ സജീവമായി. ഡൽഹിയിലെത്തിയ സിദ്ധരാമയ്യ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും കൂടിക്കാഴ്ച നടത്തി. കർണാടകയിലെ നേതൃമാറ്റത്തിൽ സിദ്ധരാമയ്യയെ പിണക്കാതിരിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കങ്ങൾ. രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖർഗെയുമായും സിദ്ധരാമയ്യ ചർച്ചകൾ നടത്തി. രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെയും പുതിയ മന്ത്രിമാരുടെ ലിസ്റ്റും സിദ്ധരാമയ്യ ഹൈക്കമാൻഡിന് നൽകി. ഡി.കെ. ശിവകുമാറും 20ഓളം MLA-മാരും ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇരു നേതാക്കളും ഡൽഹിയിൽ നിന്നും മടങ്ങിയെത്തിയതിനു ശേഷം നാളെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. ഡി.കെ. സർക്കാരിൽ 2 ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുമെന്ന് ഉറപ്പായി. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സതീഷ് ജർക്കഹോളി എത്തുമെന്നാണ് സൂചന. അതിനിടെ സിദ്ധരാമയ്യയെ പുകഴ്ത്തി ഡി.കെ. ഫേസ്ബുക്ക് കുറിപ്പുമിട്ടിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് ഏറ്റെടുത്ത് OBC മുഖമായി ഡൽഹിയിൽ തുടരണമെന്ന ഹൈക്കമാൻഡിന്റെ ആവശ്യത്തിൽ ഇനിയും ചർച്ചകൾ ഉണ്ടായേക്കും. അധികാരം വിട്ടൊഴിഞ്ഞ സിദ്ധരാമയ്യ ജനകീയ മുഖമായി സംസ്ഥാനം തുടരുകയാണെങ്കിൽ ഡി.കെ. സർക്കാരിന്റെ മുന്നോട്ടുള്ള വഴികളിൽ വെല്ലുവിളികൾ ഉയർന്നേക്കും. ഇത് മുന്നിൽ കണ്ടാണ് സിദ്ധരാമയ്യയെ ദേശീയ തലത്തിലേക്ക് എത്തിക്കാൻ ഡി.കെ. പക്ഷം ഒരുങ്ങുന്നത്. എന്നാൽ കർണാടക വിട്ട് താൻ എങ്ങോട്ടുമില്ല എന്ന് സിദ്ധരാമയ്യ നിലപാടെടുത്തതോടെ അധികാര വടംവലി ശക്തമാകുമെന്ന് ഉറപ്പാണ്. ബംഗളൂരുവിൽ നിന്നും ജിജീന്ദ്രനൊപ്പം സജു ചാമക്കാലയിൽ 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.